പള്ളിക്കൂടത്തിലെ പഠനം എന്നത് തന്നെ വിചിത്രമായൊരു ഏർപ്പാടാണ്. അതിലും ബഹുവിചിത്രമാണ് അവിടുത്തെ ഇരിപ്പിടങ്ങളുടെ കാര്യം. പഴയ സ്കൂളിൽ ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള പതിവ് സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെയും ഇരിക്കാം. കുറെ നേരത്തെ ആലോചനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം തനിക്ക് തൊട്ടു പിന്നാലെ ക്ലാസ്സിലെത്തിയ ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കാൻ ടോട്ടോച്ചാൻ നിശ്ചയിച്ചു. ഹായ്, ആ കുട്ടിയുടെ ഫ്രോക്കിലെ ഞൊറിയില് ഒരു വെളുവെളുത്ത മൊയലിന്റെ പടമുണ്ട്. ഉവ്, അവിടെ ഇരിക്കാം. അങ്ങനെയാണ് അവൾ ആ തീരുമാനത്തിലെത്തിയത്. ഏറ്റവും വിചിത്രം ടോമോയിലെ പാഠങ്ങളായിരുന്നു. സാധാരണഗതിയിൽ സ്കൂളിൽ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഒന്നാമത്തെ പീരീഡ് ഭാഷയാണെങ്കിൽ ആ 1 മണിക്കൂർ ഭാഷ മാത്രം പഠിക്കുക, അടുത്ത പീരീഡ് കണക്കാണെങ്കിൽ അത് മാത്രം. പക്ഷെ ടോമോയിലെ രീതി തികച്ചും വ്യത്യസ്തമാണ്. ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങളുടെ മുഴുവൻ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും അന്നന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ തന്നെ ടീച്ചർ തയ്യാറാക്കും. ശേഷം ഇപ്രകാരം പറയും: ഇനി ഓരോരുത്തരും ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങിക്കോളൂ. ഏത് വിഷയത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നത് പ്രശ്നമല്ല. ഒരാൾക്ക് ഭാഷയിൽ നിന്ന് തുടങ്ങാം, മറ്റൊരാൾക്ക് കണക്കിൽ നിന്ന് തുടങ്ങാം, ഇനി ഒരാൾക്ക് മറ്റേതെങ്കിലും വിഷയമാകാം. ഒരു ഉപന്യാസ പ്രേമി കാര്യഗൗരവത്തോടെ തന്റെ രചനയിൽ ഏർപ്പെടുമ്പോൾ തൊട്ടു പിന്നിലിരിക്കുന്ന ഒരു ശാസ്ത്ര വിദഗ്ധൻ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു ഫ്ലാസ്ക് ബർണറിന് മുകളിൽ വെച്ച് തിളപ്പിക്കുകയായിരിക്കും. ഇത്തരം പരീക്ഷണ പരിപാടികൾക്കിടയിൽ ചെറിയ തോതിലുള്ള പൊട്ടിത്തെറികളും സർവ്വസാധാരണമാണ്. ഈ അധ്യയന രീതി കുട്ടികൾ മുതിർന്ന ക്ലാസ്സിൽ എത്തുന്തോറും അവരടുത്തു നിന്ന് മനസ്സിലാക്കാൻ അധ്യാപകർക്ക് സഹായകമായി. അവരുടെ സഹജമായ താല്പര്യം എന്തിനോടാണ്, ഏത് വഴിയിലാണ് അവരുടെ ചിന്ത വികസിക്കുന്നത്, അവരുടെ സ്വഭാവത്തിന്റെ സ്വരൂപമെന്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അധ്യാപകർക്ക് അനായാസം നിരീക്ഷിച്ചറിയാൻ സാധിച്ചു. ടോമോയിലേത് എന്തുകൊണ്ടും ഉത്തമമായൊരു രീതിയായിരുന്നു. കുട്ടികൾക്കാണെങ്കിലോ തങ്ങളുടെ പ്രിയപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നത് തന്നെ ആഹ്ലാദകരമായിരുന്നു. ഇഷ്ടമില്ലാത്ത വിഷയങ്ങളുമായുള്ള നീണ്ടു നിൽക്കുന്ന മൽപ്പിടുത്തം ഫലത്തിൽ ആ വിഷയങ്ങൾ എങ്ങനെയെങ്കിലും സഹിക്കുക എന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ട് ചെന്നെത്തിക്കുമെന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഒട്ടുമുക്കാലും സ്വതന്ത്രമായൊരു പഠനശൈലിയാണ് ടോമോയിൽ നടപ്പിലാക്കിയിരുന്നത്. വിദ്യാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും അധ്യാപകരെ സമീപിച്ച് കാര്യങ്ങൾ തുറന്നു ചർച്ച ചെയ്യാം. ആവശ്യമെന്ന് കണ്ടാൽ അധ്യാപകർ സംശയക്കാരുടെ അടുത്തേക്ക് വരും. അവർക്ക് വേണ്ടത് സ്പഷ്ടമായി വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കും. തുടർന്ന് സ്വയം ചെയ്ത് ശീലിക്കാവുന്ന അഭ്യാസങ്ങളും പഠനങ്ങളും ഓരോരുത്തർക്കും പ്രത്യേകം നൽകുകയും ചെയ്യും. പഠനമെന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു ശൈലിയായിരുന്നു അത്. അവിടെ അധ്യാപകന്റെ നീണ്ട പ്രസംഗമോ തലകീറുന്ന വിശദീകരണങ്ങളോ ഇല്ല. അശ്രദ്ധനായി അങ്ങുമിങ്ങും നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥിയുമില്ല. ഒന്നാം തരത്തിലെ കുട്ടികൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പഠിക്കത്തക്ക നില കൈവരിച്ചിരുന്നില്ല. എങ്കിൽ കൂടി തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ആദ്യം തിരഞ്ഞെടുക്കാൻ അവർക്കും അനുവാദമുണ്ടായിരുന്നു. ടോട്ടോച്ചാൻ ചുറ്റുപാടും കണ്ണോടിച്ചു. ചിലർ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നു, ചിലർ ചിത്രരചനയിലും മറ്റു ചിലർ പുസ്തക വായനയിലുമാണ്. യോഗാഭ്യാസം ചെയ്യുന്നവർ പോലുമുണ്ട് കൂട്ടത്തിൽ. ടോട്ടോച്ചാന്റെ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി അക്ഷരങ്ങളൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞിരുന്നു. അവൾ അവയൊക്കെയും നോട്ട്ബുക്കിലേക്ക് പകർത്തുകയായിരുന്നു. ഈ സമ്പ്രദായങ്ങളൊന്നും കൊച്ചു ടോട്ടോയ്ക്ക് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. താൻ ചെയ്യേണ്ടത് എന്തായിരിക്കുമോ ആവോ? ലേശം പരിഭ്രമത്തോടെ അവൾ ചിന്തിച്ചു. അപ്പോഴേക്ക് ടീച്ചറെ കണ്ട സംശയം ചോദിക്കാനായിരിക്കണം അവളുടെ പിന്നിലിരിക്കുന്ന ഒരു ആൺകുട്ടി തന്റെ നോട്ട്ബുക്കുമായി ബ്ലാക്ക് ബോർഡിനടുത്തേക്ക് നടന്നു. ബോർഡിന് സമീപമുള്ള ഒരു ഡെസ്കിലിരുന്ന് ടീച്ചർ മറ്റൊരു കുട്ടിക്ക് എന്തോ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നാലുപാടുമുള്ള നിരീക്ഷണം നിർത്തി കീഴ്ത്താടിയിൽ ഉള്ളംകൈ ഉറപ്പിച്ച് ടോട്ടോച്ചാൻ അവന്റെ നടപ്പ് ശ്രദ്ധിച്ചു. ഏന്തിയാണ് നീങ്ങുന്നത്. ശരീരം വല്ലാതെ ആടി ഉലയുന്നുണ്ട്. മനഃപൂർവ്വമായിരിക്കും അവൻ അങ്ങനെ നടക്കുന്നത് എന്നാണ് ടോട്ടോച്ചാന് ആദ്യം തോന്നിയത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി, അത് അവന്റെ കുറ്റമല്ല. അവൻ തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴും ടോട്ടോച്ചാന്റെ ശ്രദ്ധ ആ വിചിത്രമായ ശരീരത്തിൽ തന്നെയായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവൻ ചിരിച്ചു. കൊച്ചു ടോട്ടോയും തിടുക്കപ്പെട്ട് തിരികെ ചിരിച്ചു. തന്റെ പിൻനിരയിലെ കസേരയിൽ ഇരിപ്പുറപ്പിക്കാൻ അവൻ പതിവിലധികം സമയമെടുക്കുന്നതായി അവൾക്ക് തോന്നി. അവൻ പ്രയാസപ്പെട്ട് ഇരുന്നു കഴിഞ്ഞതും അവൾ പിന്നിലേക്ക് മുഖം തിരിച്ചു ചോദിച്ചു, കുട്ടി എന്താ ഇങ്ങനെ നടക്കുന്നേ? സൗമ്യമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, എനിക്ക് പോളിയോ വന്നതോണ്ടാ. പോളിയോ എന്ന് വെച്ചാ? ആ വാക്കന്ന് അവൾ ആദ്യമായി കേൾക്കുകയായിരുന്നു. ഉവ്, പോളിയോ. സ്വരം താഴ്ത്തി അവൻ പറഞ്ഞു. കാലില് മാത്രമല്ല, കയ്യിലുമുണ്ട്. നോക്കിയാട്ടെ. അവൻ കൈകൾ നീട്ടി കാണിച്ചു. കൊച്ചു ടോട്ടോ അത് വ്യക്തമായി കണ്ടു. ഇടതുകൈയിലെ വിരലുകൾ തേമ്പി മടങ്ങിയിരിക്കുന്നു. അവ പരസ്പരം കൂടിച്ചേർന്നതുപോലെയുണ്ട്. ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഉത്കണ്ഠ നിയന്ത്രിക്കാനാവാതെ അവൾ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. ആ മൗനം ടോട്ടോച്ചാനെ വിഷമിപ്പിച്ചു. അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവന്റെ മുഖം പ്രസന്നമായിരുന്നു. തെളിവുറ്റ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, എന്റെ പേര് യാസ്വാക്കി യാമാമോട്ടോ. കുട്ടിയുടെയോ? ഉത്സാഹഭരിതമായ ആ വാക്കുകൾ അവളെ അത്യധികം സന്തോഷിപ്പിച്ചു. തന്റെ ചുറുചുറുക്ക് വീണ്ടെടുത്തുകൊണ്ട് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ടോട്ടോച്ചാൻ. അങ്ങനെ യാസ്വാക്കി യാമാമോട്ടോ എന്ന യാസ്വാക്കി ചാനും
ടോട്ടോച്ചാനും ചങ്ങാതിമാരായി. ടോമോയിലെ കൊച്ചു ടോട്ടോയുടെ ആദ്യ ദിനം ഇങ്ങനെയായിരുന്നു.